ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിയൽമിയുടെ പാഡ് 2 വരുന്ന ഒരു ടാബിനെ കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇതൊരു യൂസ്ഡ് റിവ്യൂ ആണ്. അതായത് ഞങ്ങളിപ്പോൾ ഇത് ടാബ് വാങ്ങിച്ചിട്ട് ഒരു 6 to 8 months ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നതും ഒക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ക്യാമറ വന്നിട്ട് കണ്ടില്ല, ഇങ്ങനത്തെ സൈഡിലായിട്ടാണ് ക്യാമറ വരുന്നത്. സോ വളരെ കൺവീനിയൻ്റാണ് നമ്മുടെ ഡെയിലി യൂസേഴ്സിനായിരുന്നാലും അല്ല നമുക്ക് സ്റ്റഡി യൂസിനായിരുന്നാലും വളരെ നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടാബാണിത്. പിന്നെ അതുപോലെ നമ്മുടെ വോളിയം ബട്ടൺസ് വരുന്നത് സൈഡിലായിട്ടാണ്. ഓൺ ഓഫ് വരുന്നത് മുകളിൽ, അതായത് ടാബിൻ്റെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് നമുക്ക് സിം ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒരു പോർട്ടുണ്ട്. പിന്നെ ഇത് റാം 8 GB റാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ റോം വന്നിട്ട് 256 GB റോമുണ്ട്. ഇതിൻ്റെ കളർ ഇപ്പോൾ എടുത്തിരിക്കുന്ന കളർ വന്നിട്ട് ഇമാജിനേഷൻ ഗ്രേ എന്ന കളറാണ്. എന്താ പറയുക, നമുക്കിപ്പോൾ ഇത്രയും ഈ ഒരു 6 to 8 months യൂസ് ചെയ്തിട്ട് ഒരു നെഗറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല. കാരണം ഈ ഒരു പ്രൈസിന് നല്ല ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടാബ്ലറ്റാണിത്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് MRP 32,999 എന്ന റേറ്റിനാണ് വരുന്നത്. പിന്നെ ഇതുപോലെ ഡിസ്പ്ലേ വന്നിട്ട് 2K ഡിസ്പ്ലേ ആണ്. 29.2 cm വരുന്ന 2K ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. പിന്നെ ബാറ്ററി വന്നിട്ട് 8360 വരുന്ന mAh മെഗാ ബാറ്ററിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനോടൊപ്പം ഒരു ചാർജർ വരുന്നുണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ചാർജർ തന്നെയാണ് വരുന്നത്. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഇതിൻ്റെ ഫീച്ചർ നമ്മൾ പറയാൻ പോകുന്നത് ഡോൾബി അറ്റ്മോസ് ആണ്. ഇതിൻ്റെ സ്പീക്കേഴ്സ് വന്നിട്ട് അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ്. കാരണം നമ്മുടെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് ആയിട്ടുള്ള ഒരു സ്പീക്കർ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ഒരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം അതിൻ്റെ നമ്മളിപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്താലും തന്നെ നമുക്കൊരു നല്ലൊരു ഒരു തിയേറ്റർ അറ്റ്മോസ്ഫിയർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ മെറ്റാലിക് ബോഡിയാണ്, മെറ്റാലിക് ഡിസൈനാണ്, സ്ലീക്കാണ്, ഭയങ്കര സ്ലീക്കാണ് ബോഡി വന്നിട്ട്. നല്ല വെയിറ്റോ അങ്ങനെ ഒന്നുമില്ല. ഒരു ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം കുറച്ച് വെയിറ്റ് കുറവുണ്ട് കമ്പാരിറ്റീവ്ലി. പിന്നെ ഇതിൻ്റെ ക്യാമറ വന്നിട്ട് ഫ്രണ്ട് ക്യാമറ 5 MBയും റിയർ വ്യൂ ക്യാമറ 8 MBയാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ തന്നെ നിങ്ങൾ കാണുന്നില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയൊക്കെയാണ് വരുന്നത്. നമ്മൾ ടാബ് വെച്ചിട്ട് എല്ലാവരും ഒരുപാട് ക്യാമറ യൂസൊന്നും വരുന്നില്ല, എന്നാലും ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഒരു റിവ്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 10 out of 10 തന്നെ കൊടുക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ മസ്റ്റ് ബൈ ഐറ്റമാണ്. സോ ഫോർ മോർ വീഡിയോസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.